ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു കപ്പ് അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന നമ്മുടെ അടിപൊളി കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. എല്ലാം കൂടി മിക്സിയിലൊന്ന് കറക്കി ഒന്ന് ആവിയേറ്റി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നല്ല എളുപ്പത്തിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പഞ്ഞി പോലുള്ള കിണ്ണത്തപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഒരു ബൗളിലേക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയായിരിക്കും ഏറ്റവും എളുപ്പം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ബൗളിലേക്ക് ഒരു കപ്പ് നമ്മുടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ മേടിക്കുന്ന അതേ അരിപ്പൊടിയിലെ അത് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 250 നമ്മളുടെ കപ്പിന് ഒരു കപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് ചൂടൊന്നും പാടില്ല, ഒരു ചെറു ചൂട് മാത്രമേ പാടുള്ളൂ. ഒരുപാടങ്ങ് തണുത്ത് പോകരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മുടെ അരിപ്പൊടിയുടെ തരി അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വ്യത്യാസം വന്നിരിക്കാം. അപ്പോൾ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ ബാക്കി 1/2 കപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഒന്നിച്ചൊഴിക്കേണ്ട, കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പൊടിക്ക് 1.5 കപ്പ് എന്ന് പറയുന്നത് കറക്റ്റായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 1.5 കപ്പ് വെള്ളം തന്നെ എടുത്തത്. നമ്മുടെ ഈ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കിണ്ണത്തപ്പം എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, നന്നായിട്ട് കുറുകിയിട്ടൊന്നും അല്ല കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്ക് ആദ്യമേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് നമ്മുടെ അരിപ്പൊടിക്ക് 1/4 കപ്പ് പഞ്ചസാര കറക്റ്റായിരിക്കും. ഒരുപാടങ്ങ് മധുരം ഉണ്ടാവില്ല, എന്നാൽ ഒട്ടും തന്നെ മധുരം കുറയേയില്ല. ഇനി കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ആ ചേർത്തിരിക്കുന്ന പഞ്ചസാര ആ അരിപ്പൊടിയുടെ മിക്സുമായിട്ട് ഒന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ ഒരുപാട് നന്നായിട്ടൊന്ന് ഇളക്കണ്ട, കാരണം മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി വയ്ക്കുക. ഇനിയാണ് നമുക്ക് ഇതിനകത്തേക്ക് മെയിനായിട്ടുള്ള ചേരുവ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ 1.5 കപ്പ് വേണം നമ്മൾ ചേർക്കാനായിട്ട്. നമ്മുടെ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാലും അതേപോലെ തന്നെ 1.5 കപ്പ് വെള്ളവുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആകെ ശരിക്കും 3 കപ്പ്. അപ്പം 3 കപ്പ് തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും. നിങ്ങൾക്ക് അത്രയും പിഴിഞ്ഞെടുക്കാൻ എളുപ്പമുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളവും അതേപോലെ തന്നെ 1.5 കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നല്ലതുപോലെ നമ്മുടെ കിണ്ണത്തപ്പം ഒന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ട് ഒരു കോഴിമുട്ടയും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം. ഇപ്പോൾ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊക്കെ എടുക്കില്ലേ, അങ്ങനെയൊന്നും വേണ്ട. ഒറ്റ തവണയായിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്ത് പിഴിഞ്ഞാൽ മാത്രം മതിയാവും. അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാലാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റി തന്നെ നമ്മുടെ കിണ്ണത്തപ്പം നമുക്ക് കിട്ടും. ഞാനിവിടെ ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, പകരം മിക്സിയുടെ ജാറിലിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ പഞ്ചസാരയുടെ തരിയാണെങ്കിലും അല്ലെങ്കിൽ അരിപ്പൊടിയുടെ തരിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ അരഞ്ഞ് ശരിക്കും നല്ലതുപോലെ തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ അപ്പത്തിന് മുട്ട ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുട്ട ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. മുട്ടയുടെ ടേസ്റ്റ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ലതുപോലെ തന്നെ അരിച്ചെടുത്ത് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതേപോലൊരു നമ്മുടെ പാത്രത്തിലാണ് നമ്മൾ ആവിക്ക് വെക്കുന്നത്. ചെറിയൊരു സ്റ്റീൽ പ്ലേറ്റിൽ ആവിക്ക് വെച്ചാലും മതിയാവും. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ നമുക്കൊന്ന് പറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വിട്ട് കിട്ടാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ നമ്മൾ പറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഗ്യാസിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിളപ്പിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ഇഡ്ഡലിയൊക്കെ ആവിക്ക് വെക്കില്ലേ, അതേപോലെ തന്നെ അങ്ങ് ആവിക്ക് വെച്ചാൽ മാത്രം മതി. നമ്മുടെ ഈ പാത്രത്തിൻ്റെ 1/4 ഭാഗം മാത്രമേ നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. 1/2 ഭാഗമോ 3/4 ഭാഗമോ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഏത് പാത്രമാണെങ്കിലും അതിൻ്റെ ഒരു 1/4 ഭാഗം. മാത്രമല്ല ഇനിയിപ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെന്ത് വരാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് സമയവും വേണ്ടി വരും. അപ്പോൾ ഒരു 1/4 ഭാഗം മാത്രം മതിയാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ആവിക്ക് വെക്കലാണ്. അപ്പോൾ അതിനായിട്ട് തിളച്ച് വരുന്നൊരു വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് സാധാരണ നമ്മൾ ആവി വയ്ക്കുന്ന പോലെ അങ്ങ് ആവിക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യം ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയത്തിലും അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 20-25 മിനിറ്റ് ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി നമുക്കിതങ്ങ് ആവിക്ക് വയ്ക്കാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാവേ. ഇപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അവിടെ സൈഡൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ എൻ്റെ നടുഭാഗമൊക്കെ ഒന്ന് റെഡി ആവാനായിട്ട് ഒരു കുറച്ച് നേരം കൂടി അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ദാ ഇതേപോലൊരു പാത്രം അതിൻ്റെ മേളിൽ വെച്ചിട്ടാണ് ശരിക്കും നട ഇഡ്ഡലി പാത്രം ഒന്ന് അടച്ചു കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് അടച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഇനി ഇത് അവിടെ ഇരുന്ന് ഒരു 10 മിനിറ്റും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ ആവിക്ക് വെച്ച കിണത്തപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതെടുത്ത് പുറത്തേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അരിപ്പൊടിയും അതേപോലെ തന്നെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ചേരുവകൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. മാത്രമല്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് പുറത്ത് വെച്ച് സൂക്ഷിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. കാരണം ഇതിനകത്ത് തേങ്ങാപ്പാലും അതേപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിവിടെ 3 അപ്പം വരെ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറുതായിട്ടൊന്ന് വ്യത്യാസം വന്നിരിക്കാം. ഈ ഒരു കനത്തിലാണ് ഞാനിവിടെ 3 അപ്പവും റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കനം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അളവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. മാത്രമല്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.